CPIഎമ്മിനെതിരായി കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ EDയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുമെന്ന ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് തൃശ്ശൂർ ജില്ലയിലുടനീളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായും ഇന്നതിൻ്റെ ഒരു ഘട്ടത്തിലുള്ള സമാപനം എന്ന രീതിയിൽ ജില്ലാ കേന്ദ്രത്തിലും പരിപാടികൾ സംഘടിപ്പിക്കും. ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 കാര്യങ്ങളാണ് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ഇതൊന്ന്, ബോധപൂർവം പാർട്ടിയെ തകർക്കുന്നതിന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച്, അതിൻ്റെ ഇവിടെ EDയെ ഉപയോഗിച്ച് കള്ളപ്പണം ഒളിപ്പിക്കൽ വിരുദ്ധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ED അവരെ ഉപയോഗപ്പെടുത്തി എങ്ങനെ നമ്മുടെ ജില്ലയിലും കേരളത്തിലുടനീളവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട നടത്താം എന്നതിൻ്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കരുവന്നൂർ ബാങ്കിനെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമത്തിന് പാർട്ടിക്കെതിരായിട്ടാകെ പാർട്ടി നേതൃത്വത്തെ തന്നെ ചേർത്തുകൊണ്ടുള്ള ബോധപൂർവമായ കടന്നാക്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ജനങ്ങളെ ഇതിൻ്റെ പിന്നിൽ ഈ പ്രതിരോധത്തിൻ്റെ പോർച്ചട്ടയണഞ്ഞ പോരാളികളായിട്ട് മാറ്റുക. അതാണ് പാർട്ടിക്ക് ചെയ്യാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPMനെതിരായി ED മാത്രമല്ല, EDയോടൊപ്പം ചേർന്ന് വരുന്ന മാധ്യമ ശൃംഖലകളിൽ മഹാഭൂരിപക്ഷവും നമുക്കെതിരായിട്ടുണ്ട്. നമ്മുടെ സഖാക്കൾ പലപ്പോഴും പരാതിപ്പെടുന്നൊരു കാര്യം, നമ്മളിങ്ങനെ പരിപാടി നടത്തി, നമ്മളിവിടെ പ്രചരണയാഗം നടത്തി, ഇവിടെ സമ്മേളനം നടത്തി, സംഗമം നടത്തി, ദേശാഭിമാനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വാർത്ത, നേരെ മറിച്ച് കോൺഗ്രസോ BJPയോ മറ്റാരെങ്കിലുമോ ഒരു പരിപാടി നടത്തിയാൽ അത് വളരെ ചെറിയ പരിപാടിയാവാം, 1000 ആളുകൾ പോലും പങ്കെടുത്തിട്ടുണ്ടാവില്ല, അതൊരു മഹാസംഭവമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് മാതൃഭൂമിയും മലയാള മനോരമയും കൗമുദിയും എല്ലാ പത്രങ്ങളും അങ്ങോട്ട് ചേർന്ന് ആഘോഷിക്കുമ്പോൾ അതൊരു പൊതുബോധമായിട്ട് മാറും. നമ്മൾ അതിശക്തിയായിട്ട് നടത്തിയ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ മേഖലയിലും നടത്തിയ സംഗമങ്ങൾ ഓരോന്നും കഴിഞ്ഞ് തിരിച്ച് ഇന്നത്തെ ഈ സംഗമത്തിലേക്ക് വരുമ്പോൾ പോലും ഒരു പൊതുബോധമാക്കി മാറ്റാൻ ഈ മാധ്യമങ്ങളൊന്നും CPIൻ്റെ ഒപ്പമില്ല എന്ന കാര്യം നമ്മൾ ഗൗരവപൂർവം കാണുന്നു. അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്കെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് മാധ്യമപ്പട മുഴുവൻ നമുക്കെതിരായിട്ട് കുറ്റവിചാരണ നടത്തുമ്പോൾ ആ കുറ്റവിചാരണ പൊതുവായിട്ട് അങ്ങനെയാണല്ലേ എന്ന ഒരു പൊതുബോധം മനുഷ്യരിൽ സൃഷ്ടിക്കാൻ അവർക്കുള്ള ശേഷി, അവർക്കുള്ള കഴിവ്, അവർക്കുള്ള മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരുത്ത്, ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലില്ല, ഇന്ത്യയിലുമില്ല. അത് ഗവൺമെൻറ് പോയതുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ഗവൺമെൻറ് ഉണ്ടായാലും ഇല്ല, ഗവൺമെൻറ് ഇല്ലെങ്കിലും ഇല്ല. അതിൻ്റെ മറ്റു വിശദീകരണത്തിലേക്കൊന്നുമല്ല ഞാൻ കടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കള്ളപ്രചാരവേലയെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ആയുധം എന്താണ്? നമ്മുടെ കയ്യിലുള്ള ആയുധം നമ്മുടെ പാർട്ടി മെമ്പർമാർ, പാർട്ടി നേതാക്കൾ, നമ്മുടെ പാർട്ടി പ്രവർത്തകരാകെ അവരവരുടെ കഴിവനുസരിച്ച് ജനങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തിക്കുക, ശരിയായ കാര്യം എന്താണ് എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതല്ലാതെ മനോരമയെയും മാതൃഭൂമിയെയും മറ്റു മാധ്യമങ്ങളെയും ഏഷ്യാനെറ്റിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് CPIഎമ്മിൻ്റെ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ, സത്യസന്ധമായ സമീപനങ്ങൾ
ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു തെറ്റിദ്ധാരണയും നമുക്കുണ്ടാവരുത്. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണയുള്ളവരാണ് നമ്മൾ ഒരുപാട് ആളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. കാരണം വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ കരുവണ്ണൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുക്കാം. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നുമല്ല കടക്കാൻ ഉദ്ദേശിക്കുന്നത്. കരുവണ്ണൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഞാൻ കുറേയും കൂടി വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ആ കാര്യം വിട്ടുപോയി. കരുവണ്ണൂർ ബാങ്ക് നമ്മളെന്തോ കൊള്ള നടത്തി. ആ കൊള്ളയുടെ ഭാഗമായിട്ടാണ് എം എം വർഗീസും അതുപോലെ തന്നെ AC മൊയ്തീനും രാധാകൃഷ്ണനും ഇപ്പോഴാണെങ്കിൽ അബ്ദുൽ ഖാദർ എല്ലാം പ്രതിയാക്കപ്പെട്ടത് എന്നാണല്ലോ നമ്മൾ ധരിക്കുന്നത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്കെല്ലാവർക്കും എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങനെയാണ് പരിശോധിക്കേണ്ടത്. കരുവണ്ണൂർ ബാങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളാരും ആഗ്രഹിക്കാത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരിക്കലും അനുവദിക്കാത്ത തെറ്റായ നിലപാടുകൾ അവിടെ ഭരണത്തിലുണ്ടായിരുന്നവർക്ക് അതുപോലെ തന്നെ ബാങ്ക് കൈകാര്യം ചെയ്തവർക്ക് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഒരുപാട് ബാങ്കുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 10,000-കണക്കിന് ബാങ്ക് ഉണ്ടല്ലോ നമുക്ക്, സഹകരണ സംഘങ്ങൾ. എല്ലാ മേഖലയിലും കൂടി ചേർന്നാൽ മരണം, അതായത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും സഹകരണ മേഖല കൈകാര്യം ചെയ്യപ്പെടുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണ്. ലോകത്ത് വേറെ എവിടെയില്ല. അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രക്രിയയിലും ഇടപെടാൻ സാധിക്കുന്ന രീതിയിലുള്ള സഹകരണ പ്രസ്ഥാനം കൈകാര്യം ചെയ്യാൻ ഇവിടെ ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയുമില്ല. ആ സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് സഹനപൂർവമായ, അഴിമതി രഹിതമായ, ജനസേവനത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഫലപ്രദമായ ഈ സഹകരണ മേഖലയിൽ നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം ഇടപെടുന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ സംഘങ്ങളും നമ്മുടെ പാർട്ടി നേതാക്കന്മാരും നമ്മുടെ പ്രവർത്തകരും നയിക്കുന്ന സംഘങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ. ഇപ്പോഴും അതെ. അതങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരള ബാങ്ക് മുതൽ ഇങ്ങ് ഏത് സഹകരണ സംഘങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ എല്ലാം മുൻപന്തിയിൽ നിന്ന് സഹകരണ പ്രസ്ഥാനത്തെ നയിക്കുന്നത് സഹകാരികളായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് മഹാഭൂരിപക്ഷവും. അതിലും ഇപ്പോഴാർക്കും തർക്കം ഉണ്ടാവില്ല. അത് വെറുതെ ഒരു ദിവസം ഇങ്ങനെ വന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ ഉയർന്നു വന്നതല്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ്. റോബർട്ട് ഓവനെ പോലെയുള്ള ആളുകൾ സഹകരണ പ്രസ്ഥാനത്തെപ്പറ്റി, അതിൻ്റെ പരീക്ഷണത്തെപ്പറ്റി നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടം ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഒരു സുഖവാസ കേന്ദ്രത്തിൽ ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവരും ഓരോ രാജ്യത്തും അവിടത്തേക്ക് പോയി. അങ്ങനെയാണ് ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധികളും ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട സംഘടനകൾക്ക് രൂപം നൽകി. അതൊന്ന് ലോക ബാങ്കാണ്, മറ്റൊന്ന് IMF ആണ്. അന്ന് പ്രതിസന്ധിയായിരുന്നു, മുതലാളിത്ത പ്രതിസന്ധി, മാന്ദ്യം. ആ മാന്ദ്യം തരണം ചെയ്യുന്നതിന് വേണ്ടി കെയ്ൻസിൻ്റെ തിയറി അനുസരിച്ച് എന്താണ് നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ വഴി? അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ക്ഷേത്രം പണിയാൻ പോകുന്നു എന്ന് ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഈ ഭൗതികവാദിയായ, ആശയവാദി അല്ലാത്ത ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് ക്ഷേത്രം പണിയുക? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രങ്ങൾ ഒന്നും ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ല, ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, പൊതുമേഖലയാണ്. അങ്ങനെയാണ് പൊതുമേഖല, പൊതുവിതരണ സംവിധാനം, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നേറ്റം, മനുഷ്യത്വമുള്ള ഒരു മൂലധന സംവിധാനം, ഇതെല്ലാം രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് സഹകരണ പ്രസ്ഥാനം വളർന്നു വന്നത്.
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം നയിച്ചു വന്ന ഈ സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ജനങ്ങളുടെ വിശ്വാസ്യതയിലാണ് നിലകൊള്ളുന്നത്. ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചത് ഈ ആയിരക്കണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങൾ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും ത്യാഗപൂർണമായ ശരിയായ ജനസേവനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പ്രവർത്തനത്തിലൂടെയാണ്.